ഹായ് ഫ്രണ്ട്സ്, ടിക് ടാക് ബ്യൂട്ടി ക്രിയേഷനിലേക്ക് സ്വാഗതം. നമുക്കിന്നൊരു അളവ് പാൻറ്റ് വെച്ച് ഒരു സ്ട്രെയിറ്റ് പാൻറ്റ് തയ്ക്കാം. ഒരു പലാസോ പാൻറ്റ് പോലെ അടിവശമൊക്കെ നല്ല വീതിയുള്ള എലാസ്റ്റിക് വെച്ച് തയ്ക്കുന്ന ഒരു പാൻറ്റാണ്. അതിനായിട്ട് ഞാനിവിടെ വാങ്ങിച്ചിരിക്കുന്നത് 2 മീറ്റർ നീളമുള്ള തുണിയാണ്. നല്ല വീതിയുള്ള തുണിയാണ്, പക്ഷേ അത്രയും വണ്ണം ഇവിടെ ആവശ്യമില്ല. നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ പൊക്കം ഹൈറ്റ് എത്രയാണെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ മാർക്ക് ചെയ്യുന്ന അടിവശത്ത്. അതുകൂടാതെ 1.5 ഇഞ്ചോളം തയ്യൽ തുമ്പ് അടിഭാഗത്ത് മാർക്ക് ചെയ്യുന്നുണ്ട്. നമ്മൾ ഇതിനകത്ത് ബെൽറ്റ് തയ്ക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ വേറെ അഡീഷണൽ തുണി കട്ട് ചെയ്താണ് തയ്ക്കുന്നത്. അത് 3 ഇഞ്ച് വീതിയിൽ കട്ട് ചെയ്യും. ചുരുക്കുകൾ വരുന്ന പാൻറ്റാണ്. എലാസ്റ്റിക് വെക്കുമ്പോൾ തന്നെ ഓൾറെഡി ചുരുങ്ങുമല്ലോ. അപ്പം നമ്മൾ ഏകദേശം വണ്ണം നോക്കുക. അപ്പം തുണി നമ്മൾ 4ആയിട്ടാണ് ഇട്ടിരിക്കുന്നത്, 4 പീസുണ്ട്. അതുകൊണ്ട് നമുക്ക് 16 ഇഞ്ച് മതി തുണിയുടെ വീതി എന്ന് പറയുന്നത്, വണ്ണമായിട്ടെടുക്കുന്നത്. അവിടെ നിന്ന് 14 ഇഞ്ചാണ് ക്രോച്ചിൽ നിന്ന് എടുക്കുന്നത്. 14 ഇഞ്ച് 2 ഇഞ്ച് വീതി എടുക്കുന്നുണ്ട്. 2 ഇഞ്ച് അടയാളപ്പെടുത്തി. അതിനുശേഷം ജസ്റ്റ് ഒന്ന് താഴെ വരെ ഓൾമോസ്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് കർവായിട്ട് വരച്ചാൽ, ജസ്റ്റ് നമ്മൾ ഈ കഴുത്തൊക്കെ ഇങ്ങനെ വളച്ച് വരയ്ക്കുന്ന പോലെ വേണ്ട, അല്ലാതെ. എന്നിട്ട് അവിടെ നമ്മൾ സ്കെയിൽ ഉപയോഗിച്ച് താഴേക്ക് ലൂസ് പാൻറ്റാണ്, സിമ്പിളായിട്ട് ഇത്രയാണ് ഇപ്പോഴും എല്ലാവരും യൂസ് ചെയ്യുന്നത്. നമ്മൾ വെട്ടിയെടുക്കുകയാണ്. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതോടൊപ്പം തന്നെ അവിടെ കാണുന്ന ബെല്ലൈക്കണൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ആ സമയത്ത് തന്നെ ലഭിക്കും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് കൂടെ ചെയ്തേക്കണം. പിന്നെ കൂട്ടുകാർക്കൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ കൂടെ ചെയ്യണേ. മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമ്മളത് വെട്ടിക്കഴിഞ്ഞു. അതിനുശേഷം നമ്മൾ പടിയടിക്കാനായിട്ട് 3 ഇഞ്ച് വീതിയിലാണ് എടുക്കുന്നത്. നമ്മൾ എത്ര ചുറ്റളവ് എടുത്തോ, എത്ര വണ്ണം എടുത്തോ നമ്മുടെ പാൻറ്റിന് അത്രയും വണ്ണത്തിൽ മാത്രം മതി നമുക്ക് ബെൽറ്റ് അടിക്കാനുള്ളതായ നീളം എടുക്കേണ്ടത്. വീതി എന്ന് പറയുന്നത് 3 ഇഞ്ചാണ്. 1 ഇഞ്ച് എലാസ്റ്റിക്കാണ്, 1 ഇഞ്ചിൻ്റെ എലാസ്റ്റിക്കാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് 3 ഇഞ്ച് മതി. വളരെ പെട്ടെന്ന് തയ്ക്കാവുന്ന ഒരു സ്ട്രെയിറ്റ് പാൻറ്റാണിത്. ഇതൊന്ന് കണ്ടിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അത് പ്രത്യേകിച്ച് തുടക്കക്കാർക്ക് ഇത് എളുപ്പമാണ് തയ്ക്കാനായിട്ട്. അങ്ങനെ പടി വെട്ടിയെടുക്കുകയാണ്. പടി വെട്ടിയെടുത്തതിന് ഇത്രയേ ഉള്ളൂ. ആകെ 2-3 അളവുകളേ ഉള്ളൂ ഇങ്ങനെയുള്ള പാൻറ്റുകൾ തയ്ക്കാനായിട്ട്. ഇതാകുമ്പോൾ ഇട്ടുകൊണ്ടെടുക്കാനും സുഖമാണ്. അതുപോലെ സ്കൂട്ടറൊക്കെ ഓടിക്കുന്നവർക്ക് ഇങ്ങനെയുള്ള പാൻറ്റുകൾ വളരെ നല്ലതാണ്. നമുക്കിനി തയ്ക്കാനായിട്ട് തുടങ്ങാണ്. നമ്മൾ തയ്ക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു വെട്ട് പീസ് എടുത്ത് നമ്മൾ ബോബിനൊക്കെ ഇട്ട് നൂലൊക്കെ ഇട്ട് തേക്കുന്നതിന് ജസ്റ്റ് ഒന്ന് തയ്ച്ചോണം. കാരണം അടിയിലത്തെ സ്റ്റിച്ചും മേളത്തെ സ്റ്റിച്ചും ഏത് തുണി തയ്ക്കുമ്പോഴും അങ്ങനെ തന്നെ ചെയ്തിട്ട് തയ്ക്കുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം നമുക്ക് അത് തുണിയെ തന്നെ തയ്ച്ചു തുടങ്ങുകയാണെങ്കിൽ അഥവാ അടിയിലത്തെ നൂല് ലൂസോ അങ്ങനെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കുരുക്ക് വീഴാതെ പിന്നെ അഴിച്ചെടുക്കുക, തുണിക്കും പ്രശ്നങ്ങളുണ്ടാകും. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഒരു ചെറിയ പീസ് എടുത്ത് വെച്ച് ഒന്ന് തയ്ച്ച് നോക്കുമ്പോൾ അടിയിലത്തെ സ്റ്റിച്ചും മേളത്തെ സ്റ്റിച്ചും ഒക്കെ കറക്റ്റായിട്ട് വരുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കിയിട്ട് തയ്ക്കാനായിട്ട് തുടങ്ങുക. അപ്പം
നമ്മളതിൻ്റെ മേൽഭാഗം വെട്ടിയില്ലായിരുന്നു. മടക്ക് സൈഡാണ്, മടങ്ങിയ സൈഡാണ്. അത് വെട്ടിയെടുത്തതിന് ശേഷം നമ്മൾ ആദ്യം ക്രോച്ചിൻ്റെ ഭാഗങ്ങൾ തുണി നിവർത്തിട്ടതിന് ശേഷം അതിൻ്റെ നല്ല ഭാഗം രണ്ടും കൂടെ ഒന്നിച്ച് അകത്തെ ഭാഗം എന്ന് പറഞ്ഞാൽ ഇൻസൈഡിൽ വരുന്ന ഭാഗം ചേർത്ത് വെച്ച് തയ്ക്കുകയാണ്. ക്രോച്ചിന് ഒരു 1/2 ഇഞ്ച് കൂടുതൽ ക്രോച്ചിൻ്റെ അത് അടിക്കുമ്പോൾ അത് 1/2 ഇഞ്ച് കൂടുതൽ ഇടേണ്ട ആവശ്യമില്ല. സ്ട്രെയിറ്റായിട്ട് അങ്ങ് അടിച്ചു പോവുക. തുണി ക്രോച്ചിൻ്റെ അവിടെ ഒരു കാരണവശാലും ഒരു പീസും വലിക്കാൻ പാടില്ല കേട്ടോ. ഈ സൈഡിൽ അടിച്ചതുപോലെ തന്നെ അതിൻ്റെ അപ്പുറത്തെ സൈഡും ഉണ്ടല്ലോ, 2 പീസാണല്ലോ. ഞാൻ ഇടയ്ക്ക് കൂടെ 4 പീസാക്കിയിട്ടില്ല പാൻറ്റ്, 2 പീസായിട്ടാണ് തയ്ക്കുന്നത്. അപ്പോൾ അവർ 2 സ്റ്റിച്ചോ 3 സ്റ്റിച്ചോ ഒക്കെ ഇട്ട് കൊടുക്കണേ. എന്നാൽ ക്രോച്ച് ആയതുകൊണ്ട്, ഇത് ലൂസ് പാൻറ്റ് ആയതുകൊണ്ട് കുഴപ്പമില്ല, എന്തായാലും നമ്മളത് അങ്ങനെ ചെയ്യുന്നതാണ് നല്ലത്. അതിനുശേഷം ഈ ഓവർലോക്ക് ചെയ്യാനായിട്ട് മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ജസ്റ്റ് സൈഡ് ഒന്ന് മടക്കി അടിക്കുകയാണ്. ഒരു കോട്ടൺ തുണിയാണെങ്കിൽ പ്രശ്നമില്ല. ഇത് അങ്ങനത്തെ തുണിയല്ലാത്തത് കൊണ്ട് നൂലൊക്കെ പിഞ്ചി പോകാനായിട്ട് എപ്പോഴും സാധ്യതകളുള്ളതുകൊണ്ട് നമ്മൾ ആ സൈഡിൽ നിന്ന് മടക്കി അടിക്കും. ജസ്റ്റ് ആ തയ്യലിൻ്റെ തൊട്ട് ചേർന്ന് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് അറ്റത്തൂടെ അടിക്കുകയാണ്. അപ്പം നൂല് പിഞ്ചി ഇങ്ങനെ പോവുകയല്ല. ഇനി നമ്മൾ രണ്ട് കാലുകൾ തമ്മിൽ ചേർക്കുകയാണ്. അതിന് 1/2 ഇഞ്ചോളം തയ്യൽ തുമ്പിട്ടുകൊണ്ട് വേണം തയ്ക്കാനായിട്ട്. പിന്നെ നമ്മൾ കൊണ്ടുവന്ന് ആ ക്രോച്ചിൻ്റെ ആ 2 സ്റ്റിച്ച് ഉണ്ടല്ലോ, അവിടെ കൊണ്ടുവന്ന് നമ്മൾ ഒരേപോലെ വെച്ചതിന് ശേഷം അവിടെ ഒരു പിന്ന് കുത്തി കൊടുക്കണേ. പിന്ന് കുത്തി കൊടുക്കുമ്പോൾ അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാതെ കറക്റ്റായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാനായിട്ട് പറ്റും. നമ്മളിത് പിന്ന് കുത്തി കൊടുക്കുന്നു. അതിനുശേഷം നമ്മൾ ഒരു സൈഡിൽ നിന്ന് തുടങ്ങി അങ്ങേയറ്റം വരെ തയ്ക്കാൻ 2 കാലിൻ്റെയും ഭാഗങ്ങൾ 1/2 ഇഞ്ച് തയ്യൽ തുമ്പോളം മതി കേട്ടോ. ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ ഈ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്കോട്ട് അടിച്ചേക്കണേ. ലൈക്ക് ചെയ്താലേ എൻ്റെ വീഡിയോസ് റീച്ചിലെത്തുകയുള്ളൂ. നമ്മൾ പാൻറ്റ് അങ്ങേറ്റം പോലെ ഇങ്ങേയറ്റം വരെ ക്രോച്ചിൻ്റെ അവിടെ 2-3 സ്റ്റിച്ച് ബാക്ക് സ്റ്റിച്ച് കൂടെ കൊടുക്കണം. കാരണം എന്താണെന്ന് വെച്ചാൽ ക്രോച്ചിൻ്റെ അവിടെ പൊട്ടിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ നമ്മൾ 2 സ്റ്റിച്ച് കൊടുക്കണം. ആദ്യം ഒന്ന് കൊടുത്ത് വീണ്ടും തിരിച്ച് ഒന്നുകൂടെ കൊടുക്കണം. 2 സ്റ്റിച്ച് കുറഞ്ഞത് പാൻറ്റിൻ്റെ സൈഡ് അടിക്കുമ്പോൾ കൊടുത്തിരിക്കണം. എന്നിട്ട് അതിൻ്റെ സൈഡും നമ്മളിതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി അടിക്കുന്നുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവിടെയും പിഞ്ചി പോവില്ല, സെയിം തുണി തന്നെയല്ലേ. അങ്ങനെ നമ്മൾ തയ്ച്ചതിന് ശേഷം എഡ്ജും ഒന്ന് മടക്കി അടിച്ചിരിക്കുകയാണ്. ഇനി നമ്മൾ ബെൽറ്റ് അടിക്കാനായിട്ട് നോക്കണം. ബെൽറ്റ് നമ്മൾ എത്ര അതിൻ്റെ വീതിയുണ്ടോ അത്രയും വീതിക്ക് തന്നെയുള്ള നീളമുള്ള തുണി വേണം എടുക്കാൻ. ഞാനിവിടെ എടുക്കുമ്പോൾ 26 ഇഞ്ചോളം വരുന്നുണ്ട്.
നിങ്ങൾ തയ്ച്ചത് എത്രയാണെന്ന് വെച്ചാൽ അത് അതുപോലെ തന്നെ നോക്കിയെടുത്തിട്ട് അതേ അളവിൽ തന്നെ ബെൽറ്റിൻ്റെ നീളത്തിലെടുത്ത് ബെൽറ്റ് ഒരു 3 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അത് കറക്റ്റായിട്ട് വെട്ടിയെടുത്തതിന് ശേഷം അത് ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്തിട്ട് 2 സൈഡ് ഒറ്റ തുണിയാണ് കേട്ടോ. അപ്പോൾ അവിടെ നിന്ന് ജോയിൻ ചെയ്യുകയാണ്. ജോയിൻ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ബെൽറ്റിൻ്റെ വീതിക്ക് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് അടിക്കും. ഇതിപ്പോൾ 3 ഇഞ്ച് വീതിയുള്ള തുണി, 1 ഇഞ്ച് വീതിയുള്ള ബെൽറ്റാണ്, 1 ഇഞ്ച് വീതിയുള്ള എലാസ്റ്റിക്കാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് 3 ഇഞ്ച് വീതിയുള്ള തുണിയാണ്. അപ്പം നമ്മൾ സൈഡ് ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അത് ജസ്റ്റ് നമ്മൾ ഒന്ന് അടിക്കുക, തയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ആ സൈഡൊന്ന് ഒരു 1/4 ഇഞ്ച് വീതിക്ക് ആ പ്രഷർ പുഡിൻ്റെ അതേ വീതിക്ക് തന്നെ അടിക്കുകയാണ്. അങ്ങനെ അടിച്ച് ചെയ്ത് സ്വല്പം ഭാഗം വെറുതെ വിട്ടേക്കണം. എന്താണെന്ന് ചോദിച്ചാൽ അടിക്കാതെ വിട്ടേക്കണം. അവിടെ കൂടെ നമ്മൾ എലാസ്റ്റിക് പിന്ന് വെച്ച് ഇൻസൈഡിലേക്ക് ചേർക്കുകയാണ്. ഇങ്ങനെ അടിച്ചെടുത്ത് എലാസ്റ്റിക് അതിനകത്തൂടെ ഇട്ടു. അതിനുശേഷം നമ്മളതൊന്ന് ആ എലാസ്റ്റിക് ഒന്ന് തയ്ച്ച് ചേർക്കുകയാണ്. ഇങ്ങനെ വേണം തയ്ച്ച് ചേർക്കുക, അല്ലാതെ നമ്മളിങ്ങനെ ജോയിൻ ചെയ്യരുത്. ഇങ്ങനെ ഇതേപോലെ ഇട്ടാൽ മുഴച്ചിരിക്കാതിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ ക്രോസ് പോലെയും ചതുരത്തിലൊക്കെ അടിച്ച് കഴിയുമ്പോൾ എലാസ്റ്റിക് ഒരിക്കലും പറഞ്ഞു വരത്തില്ല. എത്ര വലിച്ചാലും അത് പറയത്തില്ല. അങ്ങനെ അതിന് ചുറ്റും ഒന്ന് അടിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ തയ്ച്ച് കഴിഞ്ഞ് ഉണ്ടോ. അതിനുശേഷം ആ തയ്യൽ തുമ്പ് ഇങ്ങനെ ഇരിക്കുമ്പം നമ്മളത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമുക്ക് ഓവർലോക്ക് ചെയ്യാനവിടെ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളതിങ്ങനെ ആ ബോഡിയുടെ ആ പാൻറ്റിൻ്റെ കാലിൻ്റെ ഭാഗത്തോട്ടും വെച്ചിട്ടുണ്ട്. അവിടെ കൂടെ ഒരു പ്രഷർ പുട്ട് അകലത്തിൽ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും. അങ്ങനെ സ്റ്റിച്ച് ചെയ്തതാണിത് കണ്ടോ. അപ്പോൾ അതിൻ്റെ അകഭാഗം ഇങ്ങനെ ഇരിക്കും. അധികം തുണിയുള്ളത് നമ്മൾ വെട്ടിക്കളയുകയും ചെയ്യാം. ജസ്റ്റ് നൂല് പോലെയൊക്കെ പൊങ്ങിയിരിക്കുന്ന ഭാഗങ്ങൾ സത്യത്തിൽ ഇവിടെല്ലാം ഓവർലോക്ക് ചെയ്യുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. പക്ഷെ ഓവർലോക്ക് ചെയ്യാൻ മെഷീൻ ഇല്ലാത്തതുകൊണ്ട് നമ്മളങ്ങനെ ചെയ്യുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ അത് തുണി പിഞ്ചിയൊന്നും പോവുകയില്ല. അടിഭാഗം നമുക്ക് കാലിൻ്റെ 1/2 ഇഞ്ച് മടക്കി ഒന്ന് മടക്കി വീണ്ടും ഒന്നകത്തോട്ട് ഒന്നുകൂടെ മടക്കണേ. 1/2 ഇഞ്ചോ 3/4 ഇഞ്ചോ അല്ലെങ്കിൽ ചിലരാണെങ്കിൽ 1 ഇഞ്ച് തയ്ക്കാറുണ്ട്. എൻ്റെ ലൂസായിട്ടുള്ള പാൻ്റ് ആയതുകൊണ്ടാണ് 1/2 ഇഞ്ചോളം തയ്ക്കുന്നത്. 1/2 ഇഞ്ച് 2 കാലിൽ അതിൽ മടക്കി ജസ്റ്റ് അടിക്കുകയാണ്. കാല് മടക്കി അടിക്കുമ്പോൾ കാലിൻ്റെ തുണി ഒരിക്കലും വലിക്കരുത്. അങ്ങനെ മടക്കി അടിച്ചതാണിത്. നമ്മൾ ഈ എലാസ്റ്റിക് പാൻറ്റ് ഫ്രീ ആയിട്ടുള്ള ഈ പാൻറ്റ് തയ്ച്ച് കഴിഞ്ഞു കണ്ടോ. വളരെ നല്ലതായിട്ട് അങ്ങനെ തയ്ച്ചാൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ. ഈ ചാനൽ വാച്ച് ചെയ്ത എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്. ഓക്കെ.